ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ചൈനയിലാണെങ്കിൽ ഒരു പ്രശസ്തമായ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, അതായത് ഷോങ്ഷാൻ പെഡസ്ട്രിയൻ സ്ട്രീറ്റ്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഷോങ്ഷാൻ പെഡസ്ട്രിയൻ സ്ട്രീറ്റ്. അതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പഴയ ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ തെരുവ്. ഇന്ന് മോഡേൺ ഷോപ്പിങ്ങും ഫുഡും അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരത്തിൻ്റെ ഒരു മനോഹാരിതയും കൂടെ ഒരുമിച്ചുള്ളൊരു വിസ്മയ ലോകമായി മാറി ഇന്ന് ഈ ഷോങ്ഷാൻ പെഡസ്ട്രിയൻ സ്ട്രീറ്റ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇത് 1900 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1920, 1926 സമയത്തൊക്കെ ആയിരുന്നു ഉള്ള പഴയ കെട്ടിടങ്ങളാണ് ഇതിൻ്റെ ബാക്ക് വശത്തൊക്കെ ഉള്ളത്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഇപ്പോൾ മോഡേൺ രീതിയിലുള്ള കടകളും കാര്യങ്ങളൊക്കെ ആയെങ്കിലും ഇത് 1926 ഇതിൻ്റെ ബാക്കിൽ ഉള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു കരകൗശലം, അതായത് കൈകൊണ്ട് നിർമ്മിക്കുന്ന ഒരു കടയിലാണ് ആദ്യം നമ്മളിവിടെ കയറുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തടിയിൽ അവർ കൊത്തുപണി, ബുദ്ധൻ്റെയൊക്കെ കൊത്തുപണികളും ഒക്കെ ഉണ്ട്. ഞാനിവിടെ പ്രധാനമായിട്ട് കയറാൻ കാരണം നമ്മുടെ നാട്ടിലെ ഗണപതിയുടെ ഒരു ഇതാണ്ട് ഇവിടെ നോക്കിയാൽ അറിയാം, ഒരു പ്രതിമയുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴാണ് ഇവിടെ കയറിയത്. അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ കരകൗശല വസ്തുക്കളാണ്, കൈകൊണ്ട് നിർമ്മിക്കുന്നതൊക്കെയാണ് അവിടെ. പിന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഇത് വാക്കിംഗ് സ്ട്രീറ്റാണ്, അതായത് ഇവിടെ കൂടെ വണ്ടികളൊന്നും പോകത്തില്ല, അതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായി നടക്കാം. അതുപോലെ തന്നെ ഇപ്പം ഞാനാണെങ്കിൽ ഉച്ചയ്ക്കായതുകൊണ്ട് അധികം തിരക്കില്ല. അല്ലെങ്കിൽ നമ്മൾ വൈകിട്ടാകുമ്പോഴത്തേക്കൂടെ ഭയങ്കര തിരക്കാണ്. എന്ന് വെച്ചാൽ ഫുള്ള് ലൈറ്റിങ്ങും ഫുള്ള് ആൾക്കാർ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഭയങ്കര തിരക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ സ്റ്റോൺ കൊണ്ടുണ്ടാക്കുന്ന മാലകൾ, സൊവനീഴ്സ്, പിന്നെ ഇവിടുത്തെ ചൈനീസ് സംസ്കാരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടുള്ള സ്റ്റാച്യൂസുകൾ, അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ വിലയൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മളാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പം ഇവിടെ കുറച്ചുകൂടെ വില കുറവാണ് ഇങ്ങനത്തെ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പം. പിന്നെ ഓഫേഴ്സൊക്കെ ഉണ്ട്, നമുക്കിപ്പം നല്ല ഓഫറിലൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ചൈനീസ് ഫാനുണ്ടല്ലോ, ഹാൻഡ് മെയ്ഡ് ചൈനീസ് ഫാൻ. ചൈനയിലും ജപ്പാനിലും ഒക്കെ കാണുന്ന ഒരു സൈസ് ഫാൻ, ഈ ഹാൻഡ് മെയ്ഡ് ബാമ്പൂൺ ഉണ്ടാക്കുന്നതാണിത്. അങ്ങനെ നമ്മളിതൊക്കെ ട്രൈ ചെയ്ത് ഇതൊക്കെ നോക്കി. നമുക്കെല്ലാം ഇവിടെയൊക്കെ ആണെങ്കിൽ അധികം പൈസയൊന്നുമില്ല, കാരണം കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാം ഉള്ളത്. അതുപോലെ തന്നെ ഈ ഷോങ്ഷാൻ സ്ട്രീറ്റിൻ്റെ പ്രധാന ആകർഷണവും ഷോപ്പിംഗ് ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഇവിടെ ലോക്കൽ ഐറ്റംസ് എല്ലാം കിട്ടും. അതുപോലെ ബ്രാൻഡഡ് സ്റ്റോർസ് ഉണ്ട്. ഞാൻ പറഞ്ഞു തന്നെ, നേരത്തെ കണ്ട ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സ്, പിന്നെ നമ്മുടെ ഗിഫ്റ്റുകൾ എല്ലാം ചൈനീസ് ടച്ചാണിത് മൊത്തം. അതുകൊണ്ട് എല്ലാം ചൈനയുടെ സാധനങ്ങളാണ് ഇവിടെ മൊത്തം ഉള്ളത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചൈനീസ് ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ തലയിൽ വെക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ എടുത്ത് കാണിച്ചതൊക്കെ. എല്ലാം ഒരു ചൈനീസ് ടച്ചാണ് ഇവിടെ മൊത്തത്തിൽ. ഇതൊക്കെ ഇവരുടെ ചൈനക്കാരുടെ പാത്രരീതികളും അതൊക്കെയാണ് അവിടെ കണ്ടത്. പിന്നെ അവിടെ നമ്മൾ പോയി. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഇവിടെ ഫുഡിനായിട്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഷാങ്ങായിലെ പെഡസ്ട്രിയൻ സ്ട്രീറ്റിലൊക്കെ പോയാലും ഇതേ രീതിയിലാണ് കാണാൻ പറ്റുന്നത് നമുക്ക്. ഇതിന് ഓപ്പോസിറ്റും ഇതേപോലെ സ്ട്രീറ്റ്, നടുക്കൂടെ റോഡ് പോകുന്നുണ്ട്, പക്ഷേ ഓപ്പോസിറ്റും ഇതുപോലെ നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റാണ് ഉള്ളിലോട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫുഡിന് പ്രത്യേകിച്ച് ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ വരും, ആ ഏരിയയിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഹോട്ട് ഡംപ്ലിങ്സിൻ്റെയും അതുപോലെ ക്രിസ്പി ഫ്രൈഡ് ചിക്കൻ്റെയൊക്കെ മണങ്ങൾ, ബബിൾ ടീ, പിന്നെ ട്രഡീഷണൽ ഡെസേർട്ട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാം ഒരു ചൈനീസ് ഓതൻറ്റിക് ഫ്ലേവറാണ് എല്ലാത്തിനും. പിന്നെ നിങ്ങളൊരു ഭക്ഷണപ്രേമിയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇവിടെ ആണെങ്കിൽ ഇതുപോലെ പഴയ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസുകൾ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തോ ചൈനീസിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഐസ്ക്രീം ട്രൈ ചെയ്തായിരുന്നു. ഊലാങ് ടീ എന്ന് പറഞ്ഞിട്ടൊരു ഐസ്ക്രീം.
ഈ ഉലങ് ടീയുടെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ടീയുടെ ടേസ്റ്റാണ്, മാച്ച അതിൻ്റെ ടേസ്റ്റാണ് ഇത്. എനിക്ക് അത് ഇഷ്ടം. ഞാനിത് ജപ്പാനിലായിരിക്കുമ്പോഴും ഇത് കഴിച്ചിട്ടുണ്ട് ഇതേ ടേസ്റ്റിൽ. പക്ഷേ കളർ കുറച്ചുകൂടി ഗ്രീനായിരുന്നു. ഇവിടെ ആണെങ്കിൽ അവർ ഈ ടീയിൽ കുറച്ചുകൂടെ ഈ ഐസ്ക്രീമിൽ കുറച്ച് ഫ്ലേവേഴ്സ്, ഇപ്പം മാംഗോ, ബ്ലൂബെറി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഫ്ലേവേഴ്സുകൾ ഇതിൻ്റെ മുകളിൽ അവർ ആഡ് ചെയ്താൽ തരുന്നത്. കാരണം ഇതിനകത്ത് ഈ ഉലങ് ടീ കുറച്ചുകൂടി നമുക്ക് ഒരു സോർനെസ് ഫീൽ ചെയ്യും, ഒരു കയ്പ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ അതങ്ങനെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ ഉൾവശം. ഞാൻ പറഞ്ഞില്ല 1926 ഈ പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൻ്റെ, പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ അതിൻ്റെ ഉൾവശത്തെ വീടുകളൊക്കെയാണ് നമ്മൾ ഈ കണ്ടത്. കാരണം ഇത് ഉള്ളിലോട്ട് നമ്മൾ ഇവിടുന്ന് ഉള്ളിൽ കൂടെ കയറി ഇറങ്ങിയാൽ നമുക്കിങ്ങ് വെളിയിലെത്താം. അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങണ്ട. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പഴയ ഇവിടുത്തെ ചൈനീസ് ആൾക്കാരുടെ, അതായത് പഴയ ആൾക്കാരുടെ വീടുകളാണ് ഇതെല്ലാം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ആ സ്ട്രീറ്റ് ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ ഉൾവശമാണ്. ഇവിടെ എല്ലാ ആൾക്കാർ താമസമുണ്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങ് വെളിയിലിറങ്ങി. പിന്നെ ഈ ഷോങ്ഷാൻ പെഡസ്ട്രിയൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതാനുഭവമാണ്. അവിടുത്തെ ജനങ്ങളും ഭക്ഷണവും കരകൗശലവും ഷോപ്പിങ്ങും എല്ലാം ഒറ്റ ചുമരിലാണ് ഇതെല്ലാം കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതാനുഭവമാണ് ഇവിടുത്തെ ആൾക്കാരുടെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ഫ്രഷ് ബേക്കറിയാണ്. ഫ്രഷ് ഐറ്റംസ് ബേക്ക് ചെയ്ത് കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങി. ചെറിയ കുറച്ച് സെലക്ട് ചെയ്തൊക്കെയാണ് വാങ്ങിച്ചത്. ഇവിടുത്തെ ഫേമസ് ആണ്. അങ്ങനെ നമ്മൾ തിരിച്ചിനി വീട്ടിലോട്ട് പോവാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ.